ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ടിന്നുമായി നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുമ്പോഴെന്ത് ഈ ടിന്നും പൊക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന്. ഈ ടിന്ന് വേറൊന്നിനുമല്ല, നമുക്ക് മുന്തിരി ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയാണ്. എനിക്ക് കുപ്പിച്ചില്ലിൻ്റെ കുപ്പി ഉണ്ടല്ലോ പൊട്ടുന്നത്, ആ കുപ്പിയുടെ സൈസിലെ ടിന്ന് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്ന് കഴുകി വൃത്തിയാക്കിയെടുത്തത്. അതിന് 2 കിലോ മുന്തിരിങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ലോണക്ക് വെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ഒക്കെ ഇട്ട് നല്ലോണക്കത് വെള്ളത്തിൽ കുറേ നേരം ഇട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ അല്ലികളാക്കി നമ്മളെല്ലാം എടുക്കണം. അതിൻ്റെ ഞെടുപ്പിൽ നിന്നെല്ലാം പറിച്ച് നല്ലോണക്കാക്കി വൃത്തിക്ക് ഒരമണിക്കൂറോളം അത് വെള്ളത്തിലിട്ട് നമ്മൾ നല്ലോണക്ക് കഴുകാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ കിഴുത്തപ്പാത്രത്തിലോട്ട് അത് നല്ലോണക്ക് ഊറ്റിയിടണം. നല്ല പൊടിയും ചെളിയും ഒക്കെ കാണും, കാരണം പലയിടത്തു നിന്നൊക്കെ കൊണ്ടുവരുന്നതല്ലേ. അങ്ങനെ ഞാൻ നല്ലോണക്ക് കഴുകി വാരി കിഴുത്തപ്പാത്രത്തിലിട്ട് ഞാൻ ഇങ്ങനെ വെള്ളം ഊറാൻ വേണ്ടി വെക്കുവാണ്. അത് ചിലത് അളിഞ്ഞതൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പറക്കി മാറ്റി പിന്നീട് നമ്മൾ ഈ എടുത്ത് അടത്തി ഇടുമ്പം അതിൻ്റേതായ ഒരിതുണ്ട്. ഞെടുപ്പടത്തുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോകുന്നതുകൊണ്ട് അതൊക്കെ കുഴപ്പമില്ല. നമ്മളിതെല്ലാം നല്ല ഉണക്ക് വൃത്തിക്ക് കഴുകിയെടുത്ത് കിഴുത്തപ്പാത്രത്തിലിട്ട് നല്ല ഉണക്ക് വെള്ളം തോരാൻ വേണ്ടി ഞാനിങ്ങനെ വെക്കുവാണ്. ഏകദേശം 2 കിലോ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ വൈൻ കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലാം നല്ലോണമൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത് വെള്ളം തോരാനൊരു 10-15 മിനിറ്റ് നമുക്ക് വെക്കാം. നല്ലോണക്കെല്ലാം ഊറി ഒന്ന് പോട്ടെ. എല്ലാം ഏകദേശം കണ്ടു അര പാത്രത്തോളം ഉണ്ട് അതിന്. ഇനി നല്ലോണക്കെല്ലാം തോന്നിയിട്ടുണ്ട്. നമുക്കപ്പോഴത്തേക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര, നമുക്ക് ഏകദേശം ഒരു 1 കിലോ പഞ്ചസാര അല്ല 1/2 കിലോ പഞ്ചസാര ആയാലും മതി. ഞാൻ ഒരു 1 കിലോ പഞ്ചസാരയോളം എടുത്തിട്ടുണ്ട്. അത് പാനിലോട്ടിട്ട് ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടി ഇങ്ങനെ ഇളക്കി അത് നമ്മളിനി ഉരുകി ഒരു പാനി പോലായി വരണം. അങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുവാണ്. നല്ലോണം ഇളക്കി കൊടുക്കുക. ചിലപ്പോൾ അത് കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കട്ട പിടിച്ച് കഴിഞ്ഞാൽ തവിയെ പിടിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഞാൻ നല്ലോണമൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ക്യാമറയും കൊണ്ട് തന്നെയൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ, ഫോണിൽ നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഇടയ്ക്കത്തെ ഇത് ശരിയായി ഒന്നും വരാത്തത്. അങ്ങനെ നല്ലോണം ഇളക്കി കണ്ടു. അതിൻ്റെ കളറൊക്കെ ഒരു ബ്രൗൺ കളറായി. അതിന് ഒരു ലയിച്ച് വരുന്ന പോലെ ആവുകയാണ്, ലായനി പോലെ. അങ്ങനെ നല്ലോണമൊക്കെ ഇളക്കി അതിൻ്റെ ഒരു കളറൊക്കെ മാറി ഒരു വേറൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. കട്ട കെട്ടുന്ന പോലെ തോന്നി, പക്ഷേ അത് നല്ലോണം ഇളക്കി വന്നപ്പം നല്ല വേറൊരു ഇതായി. നമ്മുടെ ഈ ശർക്കരയൊക്കെ കലക്കി വരുന്ന പോലെ തന്നെയായി. അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്, കാരണം കട്ട എല്ലാം മാറി നല്ല വൃത്തിക്ക് വരണം. അങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 ചേരുവകളൊക്കെ ഇടേണ്ടതുണ്ട്. അത് നല്ലോണം ഇളക്കി കൊടുക്കുവാണ് ഞാൻ. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ വേറെ പണിക്ക് പോയാൽ ഒന്നും നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നല്ല വൃത്തിക്ക് ഇളക്കി ഇരിക്കുവാണ്. ഞാൻ ഒരു കൈ ഫോണും പിടിച്ച് ഒരു കൈയിൽ ഇളക്കുകയും കൂടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഇത് നല്ലോണം കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ പോലൊക്കെ വന്നിട്ട് അത് മാറിയുണ്ടോ. ഏകദേശം ഈ കളറൊക്കെ ആയപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ച് അത് നല്ലോണം നമ്മളൊന്ന് തിളക്കത്തക്ക കണക്ക് തന്നെ. ഇതിപ്പം കണ്ടോ, അത് ഒട്ടിപ്പിടിച്ചു അത്രയും സമയം കൊണ്ട്. അത് ഇങ്ങനെ നേരെ ഇങ്ങനെ പറഞ്ഞ് മേപ്പോട്ട് വരുന്ന പോലാണ് ആയത്. അങ്ങനെ ഞാൻ നോക്കിയിട്ട് പറ്റാഞ്ഞ് ഞാൻ ലാസ്റ്റ് അതിൽ തന്നെ അങ്ങ് ആ തവി ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് കറുവപ്പട്ട, 4-5 ഗ്രാമ്പൂ, കുരുമുളക്, ഇതെല്ലാം കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് നല്ല വൃത്തിക്ക് ഒന്ന് വെന്ത് അതൊക്കെ അതിനകത്ത് ആ രുചിയൊക്കെ അതിൻ്റെ ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ കുരുമുളകിൻ്റെയൊക്കെ സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി. പിന്നീട് ആ സമയത്തേക്ക് അത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ആവശ്യമായി ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. ഈ നമ്മൾ വൃത്തിയാക്കി വെച്ച് വെള്ളം തോരാൻ വെച്ച മുന്തിരിങ്ങ ഉണ്ടല്ലോ, അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുത്ത് അതിന് ഒരു പതപ്പ് പോലെ വരും. വലിയതായിട്ട് അങ്ങ് അരയൊന്നും വേണ്ട. അത് നമ്മൾ ഈ തിളച്ച് വന്ന അതിലോട്ട് നമ്മൾ ഇതെല്ലാം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് ഇതങ്ങനെ ആക്കി എടുത്തത്. ഈ ഞാൻ വെച്ചിരിക്കുന്ന പാനിന് ഒരു പാനുണ്ടായിരുന്നു. എന്നിട്ട് നല്ലോണമൊക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഇതിങ്ങനെ പതച്ച് പൊങ്ങിയൊക്കെ വരണം. നമ്മൾ നല്ലോണം
നല്ലോണക്ക് ഇത് ബാക്കിയുള്ളതും കൂടെ അങ്ങോട്ട് ഇതുപോലെ സെയിം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിക്കുമായിരുന്നു. അതിൻ്റെ കുരുവും അതിൻ്റെ ഒരു ഇതുപോലെ ചവ് പോലൊക്കെ കിടക്കുന്ന പോലൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മളൊന്നും അത് കളയുകയോ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇത് എല്ലാം അതിനകത്തൊട്ടിട്ട് കണ്ടോ, ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കൊള്ളത്തില്ല, ഇനി എനിക്ക് വേറെ പാത്രമില്ല, ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ഏതായാലും അതിനകത്ത് ഒരു പാത്രത്തിലേക്കുള്ളായിരുന്നു. ഞാനിങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തു. ആ നമ്മൾ മുമ്പ് കട്ട കെട്ടിയ തേൻ പോലെ ഇരുന്നില്ലേ നമ്മുടെ പഞ്ചസാര, അതെല്ലാം അലിഞ്ഞ് നല്ല ഇതായി. ഇനി അത് നല്ലോണം ഇങ്ങനെ തിളച്ച് വരണം. അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ഇടയ്ക്ക് ഞാൻ നോക്കും ഇങ്ങനെ തിള വരുന്നുണ്ടോ എന്നപ്പോൾ ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ തിള വരുന്ന പോലെ നമുക്ക് തോന്നും. പതച്ച് നിൽക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ തന്നെ കണ്ടോ, പതച്ച് നമ്മൾ പുളുംപൊടിയൊക്കെ വേവിക്കത്തില്ലേ, അതുപോലെ വേറൊരു രീതിയിൽ അത് വന്നായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലായിടം ഒന്ന് തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ഉണക്ക് തിളച്ച് വരുമ്പം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഗ്യാസിൽ അങ്ങ് ഇട്ടിരുന്നാൽ മതി. വേറെ ഒന്നും നമ്മളിപ്പം ചെയ്യുന്നില്ല. അതൊന്ന് തണുത്ത് വരണം. നമുക്ക് കുപ്പിയുടെ പാത്രമായിരുന്നെങ്കിൽ നമുക്ക് ആ ചൂടോടെ വേണേൽ നമുക്ക് അങ്ങോട്ട് ചെറു ചൂടോടെ ഒഴിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് ഒരുമാതിരി ഒന്ന് തണുത്തതിന് ശേഷമേ, ഒരുമാതിരി നല്ലോണം തണുക്കുന്നത് നല്ലതാണ്. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ടിന്നിൽ ഒഴിച്ച് വെക്കാവൂ. കാരണം ടിന്നിൽ ഒരു വെള്ളത്തിൻ്റെ അംശം പോലും വരില്ല. നമ്മൾ ഗ്ലാസിൻ്റെ ആയാലും അല്ലാത്തതായാലും നല്ല വൃത്തിക്ക് തുടച്ചെടുക്കണം. അങ്ങനെ കണ്ടോ, നല്ലോണം തിളച്ച് വേറൊരു ഇതുപോലെ വരുന്ന കണ്ടോ, പതയുടെ മണ്ടയിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നല്ല ഉണക്ക് തിളച്ചു. ഇനി നമുക്ക് ഇത് നല്ല ഉണക്കൊന്ന് ആറാൻ വേണ്ടിയാണ് വെക്കേണ്ടത്. ചൂടോടെ ആരും ഒരിക്കലും എടുത്ത് ഒഴിക്കരുത്. പ്ലാസ്റ്റിക്കിൻ്റെ ആകുമ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലൊക്കെ അതിൽ വരും. ഇങ്ങനെ നല്ലോണം എല്ലായിടം ഒന്ന് പതച്ച് വരണം. ഞാൻ പിന്നെ ഇത് തണുക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ച് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ടിന്നിലോട്ട് കുറേ ഞാൻ ഒഴിക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ ക്യാമറയും കൊണ്ട് ഫോണിൻ്റെ ക്യാമറയും കൊണ്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞ് എനിക്ക് എടുത്ത് തരുവാണ്. അവൻ്റെ കൈയൊക്കെ തന്നെ ഇടയ്ക്ക് വന്നു. ഞാൻ വഴക്ക് പറഞ്ഞു, ഇങ്ങനെയല്ല എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അവൻ അന്നേരം എൻ്റെ പറമ്പിൽ നിന്ന് എനിക്ക് എടുത്ത് എന്നെ സഹായിക്കുവാണ്. പിന്നെ ഞാൻ അതെല്ലാം അതിനകത്തോട്ട് അങ്ങ് കുറേയൊക്കെ തവിയും കൊണ്ട് കോരി ഒഴിച്ചു. പിന്നീട് അതിലോട്ട് നമ്മൾ ഇങ്ങനെ കമത്തി ഞാൻ ഒഴിക്കുകയും ചെയ്തു. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായി വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പഞ്ചസാരയാണ്. നമ്മൾ അന്നേരം ലായനിയാക്കി പഞ്ചസാര എടുത്തു. അതിൻ്റെ ബാക്കിയുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ 1 കിലോ അല്ല 1/2 കിലോ പഞ്ചസാരയോളമാണ് നമുക്ക് ആവശ്യം വരുന്നത്. ഞാൻ 1/2 കിലോ പഞ്ചസാരൻ്റെ നമ്മൾ എടുത്തതിൻ്റെ ബാക്കി പഞ്ചസാര നമ്മളിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലെങ്ത് വീഡിയോ ആയിരിക്കും ഇത്, കാരണം നമ്മൾ കുറേ ദിവസമായിട്ട് എടുത്തതാണ്. നമുക്ക് ഇതിന് പല ഘട്ടങ്ങളുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഇടാതെ വെച്ചിരിക്കുമായിരുന്നു. ഇന്നാണ് ഞാനിങ്ങനെ എടുത്തെല്ലാം സെറ്റാക്കിയത്. ബാക്കി അത്രയും പഞ്ചസാര ഞാൻ അങ്ങ് ഇടുവാണ് ഒരുമിച്ച്. നമ്മളതിനകത്തോട്ടെല്ലാം അതങ്ങ് കുടഞ്ഞിട്ടു. എന്നിട്ട് നമുക്ക് ഇത് നമ്മളിനി അടച്ച് വെക്കാനാണ് ഇനി പോകുന്നത്. നമ്മളിന്നിപ്പം വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. നമ്മൾ പഞ്ചസാര ഇട്ട ശേഷം അടച്ച് നമ്മൾ ഇരുട്ടുള്ള ഒരിടത്ത് വെച്ചിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളപ്പോൾ ഞാൻ വീഡിയോ കണ്ട് ചെയ്യുന്നതാണ് ഇത്. അങ്ങനെ നമ്മൾ വെച്ചു. പിന്നീട് അത് പിറ്റേ ദിവസം എടുത്ത് നമ്മൾ അതിനകത്തോട്ട് ഈസ്റ്റ് ഇടണമായിരുന്നു. നമ്മൾ ഈസ്റ്റ് ഇട്ട ശേഷമാണ് നമ്മളിങ്ങനെ കെട്ടിയെടുത്ത് വെച്ചിരുന്നത്. ഒരു ഇരുട്ടുമുറി വെച്ചു. നമ്മൾ അത് ഇങ്ങനെ കെട്ടി വെക്കാൻ കാരണം നമ്മൾ ഇടയ്ക്ക് നല്ല വെട്ടമൊന്നും കയറാത്തോണക്കാക്കി വെക്കണമെന്നായിരുന്നു. അങ്ങനെ നമ്മൾ വെച്ചു. അതിനുശേഷം നമ്മൾ ഒരു 6 ദിവസത്തോളം നമ്മൾ ഈ നനവില്ലാത്ത തവി കൊണ്ട് ഇളക്കി കൊടുത്തായിരുന്നു. അങ്ങനെ ഈസ്റ്റും ഇട്ട് പിന്നെ ഒരു 6 ദിവസമാണ് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തത്. ഇളക്കി കൊടുത്ത ശേഷം ഞങ്ങൾ ഇന്നലെയാണ് അത് എടുത്ത് നമ്മൾ കിഴുത്തപ്പാത്രത്തിൽ അരിക്കാൻ നോക്കിയതാണ്. അന്നേരം നടന്നില്ല. പിന്നെ ഞാൻ തവിയും കൊണ്ടൊക്കെ ഇളക്കി എടുത്തുമൊക്കെ നോക്കി. അന്നേരം ആ കിഴുത്തപ്പാത്രത്തിൽ കൂടെ വീഴാൻ ഭയങ്കര ഇതായിരുന്നു. കാരണം അതിൻ്റെ ആ ഒരു ഇത് മുന്തിരിങ്ങയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാനങ്ങ് മറന്നുപോയി. നമുക്ക് അല്ലാതെ അരിപ്പ പോലെ ഉണ്ടല്ലോ, നമ്മൾ അരിയൊക്കെ നമ്മൾ അരിപ്പൊടിയൊക്കെ അരിക്കുന്ന അരിപ്പ, അത് ലാസ്റ്റ് ഞാൻ പിന്നാണ് ഓർത്തത്. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ അരിച്ചു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതെല്ലാം നല്ലോണം അരിച്ച് അതിൻ്റെ കരടും പൊടിയെല്ലാം കളഞ്ഞ്, കരടും പൊടിയെന്ന് പറഞ്ഞാൽ അതിനകത്തെ കുരുക്കളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കളഞ്ഞ്
കളഞ്ഞ് നമ്മൾ നല്ല ഉണക്ക് നല്ല ജ്യൂസി പോലെ ഇരിക്കുന്ന ഉണക്ക് നമ്മളുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് കുറേ ഇങ്ങനെ ഇളക്കി നോക്കിയായിരുന്നു, പറ്റാഞ്ഞാണ്. ഞങ്ങൾ ഇളക്കുന്ന സമയത്ത് കുഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു, അവനും ഇളക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവനെയും കൊണ്ട് ഇളക്കുന്നതാണ് ഈ കാണുന്നത്. അവനങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. അവനെയും കൊണ്ട് ഇളപ്പിക്കാൻ പോയത് അവിടെ എല്ലാം തെറിക്കും, നമ്മളൊന്ന് പാത്രത്തെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ എല്ലാം പിടിച്ച് അവനെ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യിച്ചതാണ്. പിന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അഴുക്കാണ് നമ്മൾ ഈ ലാസ്റ്റ് കാണുന്നത്. അത് നമ്മൾ കളയാനാണ്. നമ്മളത് നമുക്കിനി യൂസ് ചെയ്യത്തില്ലേ. നമ്മളതെല്ലാം നല്ല ഉണക്ക് വൃത്തിക്ക് അതിൻ്റെ ആ സത്തെല്ലാം ഞെക്കിയെടുത്ത് അതെല്ലാം നമുക്ക് വേണ്ടത്ര എടുത്തതിന് ശേഷം നമ്മൾ ഇതങ്ങനെയും കളയും. നല്ല ഉണക്ക് നമുക്ക് ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു കുപ്പിക്കകത്തോട്ടിത് അടച്ചെടുത്ത് വെക്കാൻ വേണ്ടിയാണ്. എന്താണ് നമ്മുടെ പൊട്ടുന്ന കുപ്പി സൈസിലെ അടപ്പുള്ളതാണെങ്കിൽ അങ്ങനത്തേതിലോ ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ അങ്ങനത്തെ ഒരു കുപ്പിയിലും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയിലൂടെ ആക്കിയാണ് ഞങ്ങൾ എടുത്ത് വെച്ചത്. എന്തായാലും നല്ല ടേസ്റ്റാണ്. നമുക്ക് ന്യൂ ഇയറിന് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഈ ഉണ്ടാക്കിയ വൈൻ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നല്ലതാണ്. ഓക്കെ, ബൈ ബൈ, ടാറ്റ. നല്ലൊരു വീഡിയോ ആയി വരുന്നിടം വരെ.